PSC ഒരു ലോങ് ടൈം ജേണിയാണോ? അല്ല. ഞാൻ 2024 PSC തുടങ്ങിയത്. മാത്രമല്ല എനിക്കൊരു ചെറിയ കുട്ടിയുമുണ്ട്. അപ്പോൾ ഒന്നും പഠിക്കാത്ത ടൈമിൽ 13 മാർക്കും, പഠിച്ചു തുടങ്ങിയപ്പോൾ 57 മാർക്കും, പിന്നീട് അടുത്ത എക്സാമിന് 63 മാർക്കും, ലാസ്റ്റായിട്ട് എനിക്ക് 10th പ്രിലിംസിന് 85 മാർക്കും കിട്ടി. അപ്പോൾ ഞാൻ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നത്, ഒരു കോച്ചിങ്ങിനും പോകുന്നില്ല. പിന്നെ ഞാനൊരു മദറായതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനുള്ള ടൈം വളരെ കുറവാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കുറഞ്ഞ ടൈമിനുള്ളിൽ എങ്ങനെ എഫക്റ്റീവായി പഠിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ എക്സാമുകൾക്കെല്ലാം ഫോക്കസ് ചെയ്തിരുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയിട്ട് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള പഠനമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. നമ്മുടെ സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ എടുത്തിട്ട് അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേ ആ ഏരിയകൾ ആദ്യം പഠിച്ചു പോകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം PSCയുടെ പാറ്റേൺ മാറിയത് 2021 മുതലാണ്. അപ്പോൾ 2021 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ സിലബസ് അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഏതാണോ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ പഠിക്കാം. പിന്നെ ഹിസ്റ്ററിക്ക് 10 മാർക്ക് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സിന് 10 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും നല്ല രീതിയിൽ പഠിക്കാം. ബാക്കിയെല്ലാം നമുക്ക് റാങ്ക് ഫയൽ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഒരിക്കലും PSC എക്സാം എഴുതാൻ കഴിയില്ല. അപ്പം നമ്മൾ എങ്ങനെയാണോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് ആ മേഖലകൾ ആദ്യം തന്നെ കവർ ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിലബസ് അനുസരിച്ചിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അത് 10 മാർക്കിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് മുന്നിൽ വന്നിട്ടുള്ളത് അതൊക്കെ ആദ്യം പഠിച്ചു തീർക്കുക. ജോഗ്രഫിക്ക് 5 മാർക്കാണ്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ 5 മാർക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം പഠിക്കുക. അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ് അതേപോലെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഞാനിത് പഠിക്കാനായിട്ട് ടെലിഗ്രാമിൽ നിന്നുള്ള സോഴ്സുകൾ ഉപയോഗിക്കാറുണ്ട്, യൂട്യൂബ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ വീഡിയോസും അതുപോലെ തന്നെ PDFs ഒക്കെ കണ്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്സ് പഠിക്കാനായിട്ട് ട്രിക്ടേൺ എന്ന് പറഞ്ഞ ചാനലും പിന്നെ ACC മാത്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും ACC മാത്സ് എന്ന് പറയുന്ന ചാനലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ എന്ന് പറയുന്ന ചാനല്, മലയാളം പഠിക്കാനായിട്ട് സജീസ് മലയാളം അതിൻ്റെ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ ഫസ്റ്റ് ബെൽ മലയാളം എന്ന് പറയുന്ന ചാനലും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമുക്ക് മലയാളത്തിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് തന്നെ നമുക്ക് കൂടുതൽ പഠിച്ച് നന്നായിട്ട് ഉപകരിക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്നെപ്പോലെ തന്നെ കോച്ചിങ്ങിനൊന്നും പോകാൻ ടൈം ഇല്ലാത്തവരും അതേപോലെ തന്നെ ഫിനാൻഷ്യലി കഴിയാത്തവരൊക്കെ ഇതേപോലെ നമുക്ക് കിട്ടുന്ന ഫ്രീ സോഴ്സ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് PSCയിൽ നല്ല മാർക്ക് നേടാൻ കഴിയും. അപ്പോൾ ഞാൻ 2024 എൻ്റെ PSC ജേണി തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എൻ്റെ മാർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതായത് അതിന് മുന്നത്തെ 2023 എഴുതിയ എക്സാം വെറുതെ കറക്കി കുത്തി എഴുതിയ എക്സാമാണ്. അതിലെനിക്ക് 13 മാർക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി ഇങ്ങനെ പഠിച്ച് ഫോക്കസ് ചെയ്ത് എഴുതിയപ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. LDC ഞാൻ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ആണെങ്കിൽ എനിക്ക് എന്തായാലും റാങ്ക് ലിസ്റ്റിൽ കയറുമെന്ന് വിചാരിച്ചൊരു എക്സാം ആയിരുന്നു. പക്ഷെ കിട്ടാതെ പോയപ്പോൾ വളരെ വിഷമമുണ്ടായി. എന്നാലും നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. പിന്നെ 2026 ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2026 ഒരുപാട് നല്ല എക്സാമുകൾ വരുന്നുണ്ട്. അതിന് നല്ല മാർക്ക് നേടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ പഠനത്തിനെ കൊണ്ടുപോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ PYQ പ്രാക്ടീസ് ചെയ്യണം, SCERT പഠനം വേണം, NCERT പഠനവും വേണം. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് NCERTയും കൂടി വേണം കേട്ടോ. അല്ല നമ്മൾ 10th ലെവൽ എക്സാമുകളാണെങ്കിൽ NCERT അത്ര പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് NCERT പഠനം ഉറപ്പായിട്ടും വേണം. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറക്കം വരുന്ന ടൈമിൽ എങ്ങനെ പഠിക്കും? വീഡിയോ കണ്ട് പഠിക്കാം. നമുക്ക് ഉറക്കം വരുന്ന ടൈമിൽ ഇത് ലക്ഷ്യ പോലുള്ള നല്ല യൂട്യൂബ് ചാനലുകളിൽ നിന്നും നമ്മൾ വീഡിയോ കണ്ട് ഉറക്കം വരൽ നമുക്ക് മാറ്റാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്യണം. അതായത് നമ്മൾ ഡെയിലിയും റിവിഷൻ ചെയ്യണം, പിന്നെ വീക്കിലിയും റിവിഷൻ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.